السلام عليكم ورحمة الله. النهضة الانتباهية لتحقيق الأهداف. അറിവുകൾ നുകരാം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തസ്നീഫ് ബ്ലൂം ടാക്സോണമിയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ പരീക്ഷയ്ക്ക് കേട്ടറ്റ് ആയാലും PSC ആയാലും ഇപ്പോൾ വീണ്ടും ചോദിക്കുന്ന, പല നിലക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്ലൂം ടാക്സോണമി എന്നുള്ളത്. അത് പല നിലക്കും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയത്തിലും ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം, ഈ ബ്ലൂം ടാക്സോണമിക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും പരീക്ഷകളിൽ കയറി വരുന്നത്. അപ്പോൾ അധ്യാപകരായ നമ്മളെല്ലാവരും, വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, അധ്യാപകർ വരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലൂം ടാക്സോണമി എന്നുള്ളത്. വളരെ മസ്റ്റായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലൂം ടാക്സോണമി. അപ്പോൾ എന്താണ് ബ്ലൂം ടാക്സോണമി എന്ന് നമുക്ക് നോക്കാം. ഇൽമു തസ്നീഫിൽ അഹ്ദാഫ് താലീമിയ ബിൽ ഇൻജിലീസിയ, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ആ ഒരു വിഷയത്തിലാണ് ബ്ലൂം ടാക്സോണമി എന്നുള്ള വിഷയം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വല്ലത് യാരിഫ് ബിസ്മി തസ്നീഫ് ബ്ലൂം, അത് ഈ പേരിലുള്ളത് ബ്ലൂം ടാക്സോണമി എന്നുള്ള പേരിൽ തന്നെയാണ്. ബിൽ ഇൻജിലീസിൽ ഹുവ തസ്നീഫു ലി മുസ്തവിയാത്തിൽ അഹ്ദാഫ് ദിറാസിയ അല്ലദി യളൗഹ അൽ മുദരിസൂന ലിത്തുല്ലാബിഹിം. ഇത് അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വെക്കപ്പെട്ട ചില ലക്ഷ്യങ്ങളുടെ മുസ്തവിയാത്ത്, ചില നിലവാര ലക്ഷ്യങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ്, തസ്നീഫാണ്. അവ്വലു മൻ സന്നഫ ഹാദിഹിൽ അഹ്ദാഫ്, ഈ ലക്ഷ്യങ്ങളൊക്കെ ആദ്യമായി ക്ലാസിഫിക്കേഷൻ ചെയ്തത് അതായിരുന്നു ആലിമുൻ ഇൽമുൻ നഫ്സി തർബവി. ആരാണ് അത് ഇതാക്കിയത്? ഫി ജാമിയത്ത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ്. അത് ഷിക്കാഗോ എന്ന് പറഞ്ഞാൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാം, ബ്ലൂം ടാക്സോണമി എവിടെയാണ്, അല്ലെങ്കിൽ ആദ്യമായി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പരീക്ഷിക്കപ്പെട്ടത് എന്ന് PSCയോ കേട്ടറ്റോ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റി എന്ന് ഉത്തരം എഴുതാവുന്നതാണ്. ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന അമേരിക്കക്കാരനാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. 1956 ഇത്. അപ്പോൾ ആ കൊല്ലവും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 കാര്യം പഠിച്ചു. 1 ചിക്കാഗോ യൂണിവേഴ്സിറ്റി, 2 ആരാണ്, ബെഞ്ചമിൻ എസ് ബ്ലൂം, 3-മത്തത് 1956 ബി തസ്നീഫിഹി, അത് ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് അതിനെ അവതരിപ്പിച്ചത്. ഖസ്സമൽ അഹ്ദാഫ്, എന്നിട്ട് ഈ ലക്ഷ്യങ്ങളെ വിഭജിച്ചത് ഇലാ സലാസ നിത്താഖാത്തിൻ, 3 മേഖലകളായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ഈ പുസ്തകത്തിൽ നിത്താഖാത്ത് എന്നുള്ള പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റു ചില പുസ്തകങ്ങൾ മനാത്യക്ക് അല്ലെങ്കിൽ മിൻതക്ക, അതിൻ്റെ ജമ്മ് മനാത്യക്ക് എന്നുള്ള രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മിൻതക്കത്തുൽ മാരിഫിയ, അൽ മിൻതക്കത്തുൽ അൽ മിൻതക്കത്തുൽ ആതിഫിയ, അൽ മിൻതക്കത്തുൽ ഹർക്കിയത്തുൽ നഫ്സിയ, ഇങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ചില പുസ്തകത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ചിലയിടത്ത് അൽ മജാലുൽ മാരിഫി, അൽ മജാലുൽ ആതിഫി, അൽ മജാലുൽ ഹർക്കി നഫ്സി, ഇങ്ങനെയും കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്, വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഓരോരുത്തർ ഓരോരോ പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഇപ്പോൾ ഡൊമൈൻ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ വിഷയം. ഇപ്പോൾ അത് നോക്കുക. അൽ ഇദ്രാഖ് ഇവിടെ കൊടുക്കുന്നത് ഇദ്രാഖ് എന്നാണ്, ഇദ്രാഖി, കൊഗ്നിറ്റീവ്. മാരിഫിയൊക്കെ ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ഇദ്രാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇദ്രാക്കി എന്നുള്ളതാണ് മാരിഫി എന്നുള്ളതിന് കൊടുക്കുന്നത്. സുലൂക്കിയാത്ത്, അത് ആതിഫിയ എന്നുള്ളതാണ്, ആതിഫിയ. അത് ഓരോരോ ടേംസ് അങ്ങോട്ടും ചില ആ പുസ്തകത്തിൽ മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അഫക്റ്റീവ് ഡൊമൈൻ. അൽ ഹറക്കി അൻ നഫ്സി, അപ്പോൾ ഹർക്കി നഫ്സി എല്ലായിടത്തും ഹർക്കി നഫ്സി തന്നെയാണ്. മിൻതക്കത്ത് വരുമ്പോൾ ഹർക്കിയത്തു നഫ്സിയ, അത് മുഅന്നസായി പ്രയോഗിക്കുമെന്ന് മാത്രം. മജാലി വരുമ്പോഴും ഹർക്കി നഫ്സി തന്നെയാണ് വരുന്നത്, സൈക്കോ മോട്ടോർ ഡൊമൈൻ. അപ്പോൾ ഇതെന്താണ് വിഷയം എന്നൊന്ന് നോക്കണം. ഇതെന്താ വെച്ചാൽ ഹാദ തസ്നീഫ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഹുവ ഹൈക്കലുൻ, ഇതൊരു ഒരു ഹൈക്കൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഹൈക്കൽ എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ളൂ. അമ്പലം എന്ന് പറഞ്ഞാൽ പഴയ അമ്പലങ്ങളൊക്കെ നമുക്കറിയാം, ഒരു ഗോപുരങ്ങൾ പോലെയാണ്. ഔ ഹറമീൻ, അല്ലെങ്കിൽ ഒരു പിരമിഡ് പോലെയാണ്. ഗോപുരങ്ങൾ പോലെയോ അല്ലെങ്കിൽ പിരമിഡ് പോലെയാണ്, അതായത് ആ ഒരു അച്ചിലാണെന്നർത്ഥം. ബി മഅന അന്ന തഅല്ലുമ മാരിഫ, ഇവിടെ ഈ ഒരു വിവരങ്ങൾ, അറിവുകൾ ഫി മുസ്തവ ആല യാത്തമിദ് ഇക്തിസാബ് മാരിഫ, ഇത് നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ്. അത് മഹാറത്തിന് അല്ലെങ്കിൽ സ്കില്ലുകൾ ആശ്രയിച്ചാണ്. അത് മുസ്തവ അദ്ന മിൻഹ, അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആ ഒരു നിലവാരം
അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഒരു പഠനം നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാന ഹദഫു ബ്ലൂം, ഇവിടെ ബ്ലൂം ലക്ഷ്യം വെക്കുന്നത് മിൻ തൊറഹി ഹാദ തസ്നീഫ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം വിഭാവന ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം ഇതാക്കുന്നത് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് തഷ്ജീഉൽ മുദരിസീൻ, അധ്യാപകരെ മോട്ടിവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതെന്തിനാണ് ബ്ലൂം ഇതാക്കുന്നതെന്ന് വെച്ചാൽ അധ്യാപകരാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചിലപ്പം ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇത് അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, വിദ്യാർത്ഥികളല്ല. അപ്പോൾ ഇത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ PSC ഉദ്യോഗാർത്ഥികളായ കേട്ടറ്റ് ഉദ്യോഗാർത്ഥികളായ നമ്മൾ ഈ പരീക്ഷകളൊക്കെ എഴുതുന്നത് അധ്യാപകരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധ്യാപകരാവാൻ വേണ്ടി നമ്മൾ ഈ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ നാളെ ഭാവിയിലേക്കുള്ള അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ടാക്സോണമി വളരെ നിർബന്ധമായി മനസ്സറിഞ്ഞ് പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അത്രയും പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസത്തിന് ഇതിലെന്നുള്ളതാണ്. അല തർക്കീസ്, അത് കേന്ദ്രീകരിക്കുന്നു അല നിതാഖാത്തി സലാസ. അപ്പോൾ അതൊരു അതത് മാദൂദിൻ്റെ ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം PSC ചിലപ്പം ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അൽ മഹാറാത്തുൽ അർബഅത്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു അതത് മാദൂദിൻ്റെ ഒരു വിഷയമാണ് നിതാഖാത്തു സലാസ എന്നുള്ളത്, സലാസു നിതാഖാത്ത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഒന്നിൽ മാരിഫയാണ്, ഒന്നിൽ നെക്കിറായിട്ട് സലാസും നിതാഖാത്തും, അത് രണ്ടും നെക്കിറായിട്ടും. ഒന്ന് സലാസ എന്നുള്ളത് അതദിനെ മുൻപിച്ചുകൊണ്ടും മാദൂദിനെ പിന്തിച്ചുകൊണ്ടുമാണ് വന്നിട്ടുള്ളത്. മറ്റത് മാദൂദിനെ മുന്തിച്ചുകൊണ്ടും അതദിനെ പിന്തിച്ചുകൊണ്ടുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. മിൻ അജലി ഹുൽക്കു നിലാമി താലീമി ഷുമൂലി. ഇപ്പോൾ ഇതിവിടെ എന്താ വെച്ചാൽ ഇതിവിടെ പറയുന്നത് എന്താണ്, വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള പഠനം ആ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിട്ടാണ്, ആ ഒരു സ്വഭാവ സിസ്റ്റത്തെ സംബന്ധിച്ചാണ് ഈ മൂന്നിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാണ് നിതാഖുൽ ഇദ്റാക്കി. അപ്പോൾ ഇത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് അൽ മജാലുൽ മാരിഫി അല്ലെങ്കിൽ അൽ മിൻതഖത്തുൽ മാരിഫിയ, ഈ ഒരു ടൈമിലാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ പറഞ്ഞത് അൽ നിതാഖുൽ ഇദ്റാക്കി എന്നുള്ള ടേമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നിതാഖുൽ ഇദ്റാക്കി ഇവിടെ ഉള്ള വിഷയം തഅല്ലഖു ബി മാരിഫത്തി വൽ ഫഹ്മ് വ തഫ്കീർ. ഇവിടെ ഇതെന്താ വെച്ചാൽ ഇത് അറിയുക, അതുപോലെ തന്നെ മനസ്സിലാക്കുക, ചിന്തിക്കുക, വത്തഫക്കുർ അതിനെപ്പറ്റി ആലോചിക്കുക, ബി തഅമ്മുക്കിൻ വളരെ ആഴത്തിൽ, ബി മൗദൂഇൻ ഒരു വിഷയത്തെ സംബന്ധിച്ച്, വയക്കൂമുൻ നിലാമി തർബവി അത്തക്ലീദ് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവാലുവേഷൻ നിർവഹിക്കുക, അതിൻ്റെ സിസ്റ്റം നിർവഹിക്കുക, ബി തർക്കീസ് കേന്ദ്രീകരിക്കുക, അല ഹാദിഹിൽ മഹാറാത്ത് ഈ ഒരു സ്കില്ലിലൊക്കെ കേന്ദ്രീകരിക്കുക, ഫിൽ അമലിയാത്ത് താലിമിയ ഈ ഒരു പഠന പ്രോസസ്സിൻ്റെ ഈ സ്കില്ലുകളിലൊക്കെ എന്ത് ചെയ്യുക, കേന്ദ്രീകരിക്കുക. ബിഹാസത്തിൻ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് മുസ്തവ ദുനിയാ മിൻഹ അതിൽ നിന്ന് അതിൻ്റെ താഴെത്തട്ടിലുള്ള നിലവാരത്തിലും യുഷ്മിലു ഹാദ നിതാഖ് ഈ ഒരു ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് സിത്തത്തെ മുസ്തവിയാത്ത്. എത്ര നിലവാരങ്ങളുണ്ട്? 6 നിലവാരമുണ്ട്. അപ്പോൾ സിത്തത്തെ മുസ്തവിയാത്ത് വഹിയ ബി തർത്തീബ്, അത് എന്താണ്, ക്രമപ്രകാരമാണ്. അപ്പോൾ അത് ക്രമപ്രകാരം തന്നെ പഠിക്കണം. അപ്പോൾ ക്രമമില്ലാതെ ചിലപ്പോൾ ക്രമം തെറ്റിച്ചു കൊടുക്കും. അപ്പോൾ 6 മുസ്തവിയാത്താണ് പഠിക്കുക, അത് ക്രമപ്രകാരമാണെന്ന് പഠിക്കുക. മിനൽ മുസ്തവൽ അതിന ഇലൽ ആല, അതെങ്ങനെയാണ്, താഴെ തൊട്ടെന്ന് മേലെ തട്ടിലേക്കുള്ള ഒരു ക്രമമാണ് ഇവിടെ പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. താഴെ തട്ടിൽ നിന്ന് മേലെ തട്ടിലേക്കുള്ള ക്രമമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് അൽ മാരിഫ, നോളജ് എന്നുള്ളത്. മാരിഫ എന്ന് പറഞ്ഞാൽ ഇൽഹാറുൽ, നമുക്കറിയാം മാരിഫ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇൽഹാറുൽ മഖ്ദറത്ത് അല തദക്കുർ, ഓർമ്മിക്കാനുള്ള ഒരു അതിനെ പ്രകടമാക്കാനുള്ള ഒരു കഴിവ്. യാദത്ത് സർദുൽ മാലൂമാത്ത്, എന്നിട്ട് ആ സർദ് മാലൂമാത്ത് പറയാനുള്ളൊരു ഒരു കാര്യങ്ങൾ മനസ്സിലാവുണ്ടോ. യാദത്ത് അതിനെ ഇത് ചെയ്യുക, അതിനെ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ. ദുറസ്തുമിൻ കബൽ, അത് മുന്നേ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഹാദാ യശ്മുൽ ഇസ്തിർജാഇ ഹഖായിഖ്, ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫീഡ്ബാക്ക് പോലെ എന്താണ്, ഒരു യാഥാർത്ഥ്യങ്ങളെ പുനരാവിഷ്കരിക്കുന്ന പോലെ ഉള്ളൊരു പരിപാടിയാണ്, നമുക്കറിയാലോ. മുഫ്രദാത്ത് മഫാഹിം വ ഇജാബാത്തിൻ ബസീത്ത, ഇതിൽ മുഫ്രദാത്ത് എന്താണ്
കോൺസെപ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഉത്തരങ്ങളുണ്ടാവും, മുഫ്രദാത്ത് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർത്തെടുക്കാനുള്ളൊരു പരിപാടിയാണ് മാരിഫ എന്നുള്ളത് പറഞ്ഞത്. രണ്ടാമത്തെ മാരിഫത്തു തഫാസിൽ, നോളജ് ഓഫ് സ്പെസിഫിക്സ്. മാരിഫത്തു തഫാസിൽ അൽ മാലൂമാത്ത് മിസ്ലൽ മുസ്തലഹാത്ത്. ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ മുസ്തലഹാത്താണ്. നമുക്കറിയാം, അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ മുസ്തലഹാത്ത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. മുസ്തലഹാത്ത് എന്താണെന്നുള്ളത്, മുസ്തലഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാങ്കേതികപരമായിട്ട് ഭാഷയിൽ ഉപയോഗിക്കുന്ന ടേംസിനാണ് മുസ്തലഹാത്ത് എന്ന് പറയുക. അപ്പോൾ ആ മുസ്തലഹാത്ത് പോലെ ഉള്ള എന്താണ് തഫാസിൽ, അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞ വിഷയം എന്നാണ്. മാരിഫത്തു തആമുൽ ബി തഫാസിൽ. മൂന്നാമത്താണ് തആമുൽ ബി തഫാസിൽ, അതായത് ഇടപഴകുമ്പോഴുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻ, ഡീലിംഗ് ആണ് ഇവിടെ വരുന്നത്, ഡീലിംഗ്. അപ്പോൾ ഇദ്റാഖുൽ മഫാഹിം ഇസ്ലാം മാഹിയത്ത് വൽ മആരിഫ് അലൈഹ ഇത്തിജാഹാത്ത് വത്തതാബുആത്ത് വത്തസ്നീഫ് വത്തൗബീബ് വൽ മആയിർ വൽ മിൻഹജാത്ത്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതിലുള്ള സ്ട്രാറ്റജി, അതുപോലെ തന്നെ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ എന്താണ് ഇതിലുള്ള സമീപനങ്ങൾ, ഇത്തിജാഹാത്ത് സമീപനം, അതുപോലെ തന്നെ തത്താബുആത്ത് ഫോളോ അപ്പ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ തസ്നീഫ്, അതുപോലെ തന്നെ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ഇതിലുള്ള എന്താണ് മൻഹജ്, എന്താണ് നമ്മുടെ കരിക്കുലംസ്, അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വേറിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാരിഫത്തു ഷുമൂലിയാത്ത് വ തജ്രീദ് ഫി മജാലിൻ മുഹദ്ദദിൻ. അത് വളരെ നിർണയിക്കപ്പെട്ട എന്താ പറയുക, അതിർവരംപെട്ട മേഖലകൾ, അതിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നോളജ് ഓഫ് ദി യൂണിവേഴ്സൽ ആൻഡ് അബ്സ്ട്രാക്ഷനാണ് ഇവിടെ, അബ്സ്ട്രാക്ഷൻ ഓഫ് ഇൻഫീൽഡ്. മാരിഫത്തു മഫാഹിം മിസ്ല നളറിയാത്തിൽ വൽ ഉമൂമിയാത്തിൽ മബാദി വ തറാക്കിബ്. ഇവിടെയുള്ള വിഷയം എന്താ വെച്ചാൽ നമുക്കറിയാം അബ്സ്ട്രാക്ഷനാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ തറാക്കിബും പ്രിൻസിപ്പിൾസും, അതുപോലെ തന്നെ അതിൻ്റെ തത്ബീഖാത്തും, അതുപോലെ തന്നെ ഉമൂമിയാത്തും, അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും, അവിടെയുള്ള നളറിയാത്ത്, അവിടെയുള്ള കൺസെപ്റ്റുകളും, അവിടെയുള്ള തിയറീസും ഒക്കെ ഇവിടെ കടന്നു വരും എന്നുള്ളതാണ്. മഫാഹിം കൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ തിയറീസ്, പൊതുവായിട്ടുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ്, സ്ട്രക്ചറുകൾ, ഇതൊക്കെ കടന്നു വരും, തറാക്കീബൊക്കെ വരും. മറ്റൊന്ന് ഫഹം, കോംപ്രിഹെൻഷൻസ് എന്നുള്ളതാണ്. കോംപ്രിഹെൻഷൻസ് ഇൽഹാറു ഫഹം, ഇൽഹാർ നയിക്കാറും അൽഹാർ എന്നാവുമല്ലോ, അത് തെറ്റാണ്. ഇൽഹാറു ഫഹമുൽ ഹഖായിഖ്, യാഥാർത്ഥ്യങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രകടമാക്കുക എന്നുള്ളതാണ്. വൽ അഫ്കാർ, ചിന്തകളെയും, വൽ കുദ്റത്ത്, കഴിവുകളെയും, അലാ തൻളീം, കോർത്തിണക്കാനുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചെയ്യാനുള്ള, വൽ മുഖാറന, അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്യാനുള്ള കഴിവുകൾ, വത്തർജമ, ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള, വത്തഫ്സീർ, വ്യാഖ്യാനം ചെയ്യാനുള്ള, വത്തൗസീഫ്, അതുപോലെ തന്നെ നമുക്കറിയാം വിശേഷിപ്പിക്കാനുള്ള ഷർത്ത്. അതുപോലെ പറഞ്ഞാണ് ഷർത്ത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ടാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വിവരിക്കുക, വിവരിക്കുക, വീണ്ടും പറയുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. വൽ ഇസ്തിഖ്ലാസ്, എന്താണ് വീണ്ടും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം, ഹുലാസാക്കുക, അതിനെന്ത് ചെയ്യുക, സംഗ്രഹിക്കാനുള്ള ഒരു കഴിവ് എന്നർത്ഥം. ഓക്കെ. തത്ബീഖ്, ഇതിലാണ് അപ്ലിക്കേഷൻ എന്നുള്ളതൊന്ന് വരുന്നത്. ഇസ്തിമാലു മാലൂമാത്തിന് ജദീദ. അപ്ലിക്കേഷനിൽ എന്താ വരുന്നത്, അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ടൈമിൽ തന്നെ ഉണ്ട്, എന്താണ് പുതിയ വിവരങ്ങൾ അതിനെ പ്രായോഗികവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇസ്തിമാലു മാരിഫത്തിൻ ജദീദ, അല്ലെങ്കിൽ പുതിയ നോളജിനെ ഇതാക്കുക എന്നുള്ളതാണ്. ഹല്ലുൽ മഷാക്കിൽ, അവിടെ എന്താണ് നമ്മുടെ പ്രശ്നപരിഹരണം, മസായിൽ, ചോദ്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾക്കുള്ള പ്രശ്നപരിഹാരം. തത്ബീഖിൽ മാരിഫ, ഈ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പ്രയോഗികവൽക്കരിച്ചുകൊണ്ട്, വൽ ഹഖായിഖ്, യാഥാർത്ഥ്യങ്ങളെയും, തക്നീയാത്ത്, അതുപോലെ തന്നെ ടെക്നോളജി പരമായി, മുക്തസബ, നേടിയെടുത്തിട്ടുള്ള ടെക്നോളജി പരമായി, ബിത്തുർക്കിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ വഴിയിലൂടെ, ഈ തലായിമി വദഇൽ ജദീദ്, പുതിയൊരു ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വ്യത്യസ്തമായ വഴിയിലൂടെ ടെക്നിക്കൽ ഉപയോഗിച്ചുകൊണ്ടും യാഥാർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഇതിനെ അപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ തത്ബീഖിൽ വരുന്നത്. വളരെ സിമ്പിളാണ് തത്ബീഖ്. ഈ പറഞ്ഞതിൽ ഏറ്റവും സിമ്പിൾ തത്ബീഖാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് തഹ്ലീൽ, എന്താണ് അനലൈസിസ് എന്നുള്ളതാണ്.
തംഹീസ് ഇവിടെയുള്ള പരീക്ഷണമാണ്. മഹിസു എന്താ ചെയ്യുക, വേർതിരിക്കലാണ്, സംശുദ്ധപ്പെടുത്തലാണ്. അൽ മാലൂമാത്ത് അറിവുകളെ എന്ത് ചെയ്യാണ്, സ്വാംശീകരിക്കലാണ്, സംശുദ്ധപ്പെടുത്തലാണ്. തഫ്കീക്കിഹ അതിനെ എന്താ ചെയ്യാനാണ്, റിപ്പറേഷൻ ചെയ്യലാണ്, അല്ലെങ്കിൽ വേർപ്പെടുത്തലാണ്. ഇല അജ്സായിയ അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ ഓരോ ജുസുകളായിട്ട് വേർതിരിക്കുക. എന്ത് ചെയ്യുക, മിഫക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രൂ ഡ്രൈവറിനാണ് എന്ത് ചെയ്യുക മിഫക്ക് എന്നറിയാം. അതിന് വന്നാണ് തഫ്കീക്ക്. ഫക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, വേർപിരിക്കുക, എന്താണ് വേർപിരിക്കുക, വേറെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അതിന് പറഞ്ഞാണ് തഫ്കീക്ക് എന്നുള്ള അർത്ഥം. അപ്പോൾ അതിനെ പാർട്ടായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വേറിട്ട് നിർത്തുക എന്ന് ആണ് അർത്ഥം കൂടെ. മഹസാനെ സ്വാംശീകരിക്കുക, സംശുദ്ധപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. വളരെ നല്ല സൂപ്പർ വാക്കുകളാട്ടോ അതൊക്കെ. തഹദീദുൽ അസ്ബാബ് അതുപോലെ തന്നെ ഈ കാരണങ്ങളെ ക്ലിപ്തപ്പെടുത്തുക, കാരണങ്ങളെ അതിർവരമ്പിടുക. ദഫായി പ്രചോദനങ്ങളെയും ചോദനകളെയും സ്റ്റിമുലസുകളെ ചോദനകളെ പ്രചോദനങ്ങളെ ഒക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ അതിർവരമ്പിടുക. അൽ ഖിയാമു ബി ഇസ്തിൻതാജാത്ത് എന്താ ചെയ്യുക, ഇതിലുള്ള പ്രോഡക്റ്റുകൾ വദഇഹ അതിലുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുക, അതിൽ ഊന്നി നിൽക്കുക, അതിൽ ഊന്നി നിന്നിട്ട് വദഇഹ ബിഹഖായിഖിൽ യദഅമി ഉമൂമിയതിഹ ഇതിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങൾ എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, അതിനെ ദം ചെയ്യുക എന്നുള്ളതാണ്. ദം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദിമാ എന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധി എന്ന് എന്താണ്, അസ്ഫുദ്ദിമായി ബ്രെയിൻ സ്റ്റോമിങ് എന്നൊക്കെ കിട്ടുക. അപ്പോൾ ദിമാ ബ്രെയിനാണ്, ബ്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. തഹ്ദീദ് തഹ്ലീലുൽ അനാസിർ ഇവിടെ തഹ്ദീദൻ എങ്ങനെയാണ് ഇത് അതിർവരപ്പെട്ടത്, തഹ്ദീദൻ തഹ്ലീലുൽ അനാസിർ ഇതിൻ്റെ ഘടകങ്ങളെ അനലൈസിസ് ചെയ്തുകൊണ്ടാണ്. വൽ അലാഖാത്ത് ഇത് ബന്ധങ്ങളെയും, വൽ മബാദി പ്രിൻസിപ്പിളെയും, തൻളീമിയ ഫീഹ ബൈനഹ ഇതിൻ്റെ അടിയിലുള്ള ഓർഗനൈസേഷൻ ചെയ്തിട്ടുള്ള എന്താണ് പ്രിൻസിപ്പിളുകളെയും ബന്ധങ്ങളെയും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതിർവരപ്പെടലാണ് ഈ ഒരു തഹ്ലീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തഹ്ലീൽ ചെയ്യുന്നത് ഇതിനൊക്കെ കഷ്ണമാക്കിയിട്ട് അതിനൊക്കെ അതിർവരമ്പിട്ട് അതിനൊക്കെ അങ്ങനെ അതിർവരമ്പിട്ട് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ജുസുകളാക്കി എന്ത് ചെയ്യുക, അതിനെ സ്വാംശീകരിച്ച് അതിനെ ഒന്ന് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് തഹ്ലീൽ ചെയ്യുന്നത്. അതിനൊന്ന് പ്രൈൻസ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ പ്രോഡക്റ്റുകൾ ഇതാക്കുക, അതൊക്കെയാണ് തഹ്ലീലിലുള്ളത് എന്നുള്ളതാണ്. തർക്കീബ് സിന്തസൈസിസിൽ എന്താ ഉള്ളത്, തർക്കീബ്. തജ്മീഉൽ മാലൂമാത്ത് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഇപ്പോൾ തത്ബീക്ക് ചെയ്തു, തഹ്ലീൽ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ശേഖരിക്കണം. ബി തർക്കീബി അനാസിരിഹ ഇപ്പോൾ ഇവിടെ തഹ്ലീലും ഇതൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഘടകങ്ങളും കുറച്ചതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഉൻസുറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇതിനെ തജ്മീ ചെയ്യണം. ബി തുർക്കിൻ ആ ഒരു വഴിയിലൂടെ. തസ്ലുലാത്ത് അപ്പോൾ ഇതൊരു ചെയിൻ പരിപാടിയാണ്. തസല്ലുലാത്ത് മുഖ്തലിഫ ഒരു ചെയിനിങ് പരിപാടിയാണ്. തസല്ലുലാത്ത് എന്ന് പറഞ്ഞാൽ ചെയിനിങ് പരിപാടിയാണ്. മുഖ്തലിഫ വ്യത്യസ്തമായ ഒരു ചെയിനിങ് പരിപാടിയിലൂടെ കടന്നു വന്നാണ് ഈ തജ്മിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ തജ്മിയ ആ തസല്ലുലാത്ത് മുഖ്തലിഫ അനുസരിച്ച് തന്നെയാണ്. തർഹദ് ഹുലൂല് ബദീല മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ആ ഒരു വിഭാവനയാണ്. തൊറഹൻ തൊരീഖുൻ തവാസുലുൻ ഫരീദ വളരെ വിചിത്രമായ ആ ഒരു കണക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വഴിയിലൂടെ. തൊറഹ് ഖുത്തത്തിൻ വ അമലിയാത്തിൻ മുഖ്തലിഫ അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രോസസ്സിൻ്റെയും അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെയും ഒരു വഴിയിലൂടെയും. ഇസ്തിഖ്ലാസ് അലാഖാത്തിൻ തജ്രീദിയ അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനെ സംഗ്രഹിക്കുക, ഈ ബന്ധങ്ങളൊക്കെ സംഗ്രഹിക്കുക. തജ്രീദിയ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. തജ്രീദിയ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സ്ട്രാക്ഷൻ എന്നുള്ളതാണ്. അബ്സ്ട്രാക്ഷൻ അപ്പോൾ ആ ഒരു അബ്സ്ട്രാക്ഷൻ ബന്ധങ്ങളെയൊക്കെ ഇതിനെ എന്ത് ചെയ്യുക, സംഗ്രഹിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്താണ് എന്ത് തഖ്ഈം എന്നുള്ളത്, ഇവാലുവേഷൻ. അപ്പോൾ നോക്കി തഖ്ഈം തുർഹുൽ അഫ്കാർ വ ദിഫാ അൻഹ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ചിന്തകളെയും അതുപോലെ അതിന് ഉൾത്തിരിഞ്ഞ് വരുന്ന സ്റ്റിമുലസ് പ്രചോദനങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഇതൊക്കെ എന്നുള്ളത്. വൽ ഇജ്തിഹാദ് ബിനായി അല അദില്ലത്ത് ദാഖിലിയ വ മആയിരി ഖാരിജിയ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ക്രൈറ്റീരിയകൾ എന്താണ്, പുറത്തും അകത്തും നിൽക്കുന്നത്. ദാഖിലിയ വ ഖാരിജിയ പുറത്തും അകത്തും നിൽക്കുന്ന ക്രൈറ്റീരിയകളുടെ എന്ത് ചെയ്യുക,
അതിനെ പറ്റിയിട്ട് ഇജ്തിഹാദ് ചെയ്യുക, അതിൽ നിർമ്മിക്കാനുള്ള ആ ഒരു എവിഡൻസിൽ ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളതാണ് തഖ്വീമിൽ വരുന്നത് എന്നുള്ളതാണ്. അടുത്താണ് നിത്താഖു സുലൂക്കിയാത്ത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നിത്താഖുൽ ഇദ്റാഖിയാണ്. ഇനി അടുത്തത് നിത്താഖു സുലൂക്കിയാത്ത്. നമ്മൾ മറ്റൊരു ഭാഷ പറഞ്ഞാൽ അൽ മജാലുൽ ആത്തിഫി അല്ലെങ്കിൽ അൽ മിൻതഖത്തുൽ ആത്തിഫിയ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നിത്താഖു സുലൂക്കിയാത്ത് എന്നുള്ള മറ്റൊരു പേരിൽ ഇവിടെ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. തശ്മിലു മഹാറത്ത് നിത്താഖു സുലൂക്കിയാത്ത്. ഇവിടെ ഈ സുലൂക്കിയാത്ത് എന്നുള്ള ഈ സ്കില്ല് നമുക്ക് ഇതാക്കാം. ത്വരീഖ് തആമുൽ അഫ്രാദ്, എന്താണ് വ്യക്തികൾ ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു ഇടപഴകൽ മീൻ നാഹിയത്തിൽ ആത്തിഫിയ കണ്ട ഇവിടെ ആത്തിഫിയ എന്നുള്ള വിഷയമുണ്ട്. അഫക്റ്റീവായിട്ടുള്ള വൈകാരികരമായിട്ടുള്ള മദ കുദ്റത്തിഹിം അവരുടെ കഴിവിനനുസരിച്ച് അല ഇഹ്സാസ് സെൻസറി ആയിട്ടുള്ള സആദത്തിൻ അങ്ങനെ സെൻസറി അങ്ങനെയൊക്കെയാണ് വരുന്നത്. സന്തോഷമാവും. വഹുസുനുൽ ആഖിരീൻ മറ്റുള്ളവരുടെ ദുഃഖമാവും. വൽ അഹ്ദാഫ് തഅലീമിയ അസുലൂക്കിയ ഇവിടെ വരുന്ന ഈ ഒരു ബിഹേവിയർ ഈ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തഹ്ദുഫ് ഇലാ തൻമിയത്ത് ഇവിടെ വളർച്ചയ്ക്കുള്ള ഇദ്റാക്ക് നോളജിനുള്ള മഹാറാത്ത് സ്കില്ലിനുള്ള ഫി മജാലി സുലൂക്ക് ബിഹേവിയറിൻ്റെ ഉള്ള പിന്നെ മേഖലയിലുള്ള ഈ ഒരു വളർച്ചയാണ്. അൽ ആത്തിഫിയ വൈകാരികപരമായിട്ടുള്ള വൽ ഇഹ്സാസ് സെൻസറി ആയിട്ടുള്ള. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് വന്നത്. ഒന്ന് സുലൂക്ക് സ്വഭാവം, ആത്തിഫിയ വൈകാരികം, വൽ ഇഹ്സാസ് സെൻസറി. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചോദ്യങ്ങൾ വന്നാൽ അത് ഉത്തരം എഴുതാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. തന്മിയത്ത് ഏതൊക്കെ തന്മിയത്ത് വരുന്നുണ്ട്? തന്മിയത്തും ഇദ്റാക്കും മഹാറാത്തും ഏതൊക്കെ വരുന്നുണ്ട്? സുലൂക്ക്, ആത്തിഫിയ, ഇഹ്സാസ്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹസ്ബി ബ്ലൂം ഇവിടെ ബ്ലൂമിൻ്റെ ഇതിൽ ഹംസ മുസ്തവിയാത്ത് 5 നിലവാരങ്ങളുണ്ട്. മുത്തറാക്കിമ പരസ്പരം ബന്ധം ചേർന്ന എന്താണ് പരസ്പരം ബന്ധം ചേർന്ന 5 തന്ന് മിനൽ അദ്ന ഇലൽ അഅല താഴെ തട്ടുന്ന മേലയിലേക്ക് പോകുന്ന അങ്ങനെ അടിക്കടിക്കടിവൊക്കെ ആയി വെച്ച എന്താണ് പരസ്പരം ബന്ധം ചേർന്ന 5 നിലവാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഇസ്തിഖ്ബാൽ, റിസീവിങ് എന്നുള്ളത്. റിസീവിങ്, ഇസ്തിഖ്ബാൽ. അപ്പോൾ അതെന്താ അദ്ന മുസ്തവ ഇത് ഏറ്റവും താഴെ തട്ടുള്ള ആ ത്വാലിബ് യന്തബിഹു ബിദൂനി തജാവുബിൻ. എന്താണ് ഇവിടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാണ്? വിദ്യാർത്ഥികൾ ത്വാലിബ് യന്തബിഹു അവർ വളരെ ഉണർന്നു നിൽക്കുന്നതാണ്. ബിദൂനി തജാവുബിൻ ബിദൂനി തജാവുബിൻ വലിയ ഇത് റെസ്പോൺസ് ഒന്നും ഇല്ലാതെ തന്നെ ഉണർന്നു നിൽക്കുന്ന ഒരു ഇതാണ് എന്താണ് അദ്ന മുസ്തവ എന്നുള്ളതിൽ വരിക. ഇസ്തിഖ്ബാൽ റിസീവിങ്. അപ്പോൾ അവർ ഉത്തരമൊന്നും പറയില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ അവർ ഉത്തരമൊന്നും പറയില്ല. എന്താണ് എന്നാലും അവർ ഉണർന്ന് നിൽക്കുന്നുണ്ടാവും. ബിദൂനിൽ മഹാറ അവർക്ക് വലിയ സ്കില്ലൊന്നും ഉണ്ടാവില്ല. ലാ യുംകിനു ഇവിടെ സാധിക്കില്ല ഹുസൂൽ അയ്യുത്താലം ഇവിടെ ഒരു എന്താണ് പഠിക്കാനുള്ളൊരു കാര്യം സ്വായക്തമാക്കൽ ഇവിടെ സാധിക്കില്ല. ഇവിടെ റിസീവിങ് മാത്രമേ നടക്കുള്ളൂ, ഇസ്തിഖ്ബാൽ മാത്രമേ നടക്കുള്ളൂ. അടുത്തത് തജാവുബ. അടുത്തതിലാണ് അവർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത്. തജാവുബ് റെസ്പോണ്ടിങ്. മുഷാറക്കത്ത് ത്വാലിബി ബി തഫാഉലിൻ ഫി അമലിയത്തി തഅല്ലുമിഹി അപ്പോഴാണ് അവൻ്റെ പഠനത്തിൽ അവൻ എന്ത് ചെയ്യുന്നത്? പഠന പ്രോസസ്സിൽ അവന് വളരെ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുന്നത്? അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവൻ പ്രതികരിച്ച് തുടങ്ങുന്നത് തജാവുബ് എന്നുള്ളതിലാണ്. അടുത്തത് തഖീമാണ്. ഇതിനെ വാല്യുവേഷൻ ചെയ്യണം, വാല്യൂം ചെയ്യണം. എർത്തബിത്തു ത്വാലിബ് തന്നെ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഖീമത്തുൽ മാലൂമ ഈ ഇതിൻ്റെ വാല്യൂ ഔ ലോഹിരിയ ഷെയ് തഹ്ത ദിറാസ ഈ പഠിച്ച കാര്യത്തിലുള്ള ഒരു പ്രകടമായിട്ടുള്ളൊരു പിന്നെ മാലൂമ അവൻ എന്ത് ചെയ്യണം? അതിനെ വാല്യൂ ചെയ്യാതെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് വാല്യൂവിൽ വരുന്നത്. അടുത്ത് ഓർഗനൈസിങ് ആണ്, തംലീമാണ് ഓർഗനൈസിങ്. ഇത് ത്വാലിബ് ഇവിടെ വിദ്യാർത്ഥി നോക്കുന്നത് തറാബത്ത് ബൈന ഖീമിൻ ഔ മാലൂമാത്തിൻ ഔ അഫ്കാരിൻ മുഖ്തലിഫ ഇവിടെ പിന്നെ ഇവിടെയുള്ള വാല്യൂസ് അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തമായ ചിന്തകളൊക്കെ അതിനൊക്കെ പരസ്പരം കണക്റ്റ് ചെയ്യണം. തന്ദീമിൽ ഓർഗനൈസേഷൻ ചെയ്യാണ്. ജലഹു മുത്തമാസിലീൻ എന്നിട്ട് അവർ പരസ്പരം എന്ത് ചെയ്യാണ്? അവർ എന്ത് ചെയ്യാണ്? അവർ പരസ്പരം താരതമ്യപ്പെടുത്തണം. ഫി മുതക്കാത്തിഹി വബിത്താലി യസ്തത്തിഅൻ യുഫസ്സിറ ഹാദ തറാബത്ത് ബി ഇത്ഖാനിൻ അപ്പോൾ അവർക്കത് കുറ്റമറ്റതാക്കി ഒരു കണക്ഷൻ കുറ്റമറ്റതാക്കി ചേർത്ത് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്താണ് ഷഖ്സിയത്ത്. 5-ാമത്താണ് ഷഖ്സിയത്ത്. 5 ഉണ്ട് പറഞ്ഞല്ലോ. ഇത് ഷഖ്സിയത്ത് ക്യാരക്ടറൈസിങ് ആണ്. ക്യാരക്ടറൈസിങ്. അപ്പോൾ അല്ലിക്കു ത്വാലിബ് ഇവിടെ വിദ്യാർത്ഥി
ബന്ധിപ്പിക്കുന്നത് ഖീമത്തൻ മുഅയ്യന, അവൻ്റെ വളരെ വ്യക്തമായ ഒരു ഇതാണ്. ഔ മുഅത്തഖദിൻ ഷഖ്സിൻ, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ വിശ്വാസങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വാസങ്ങളാണ്. അതായത് യോസിറു തസറുഫാത്തിഹി, അവൻ്റെ ഇടപഴകലിൽ വന്നിട്ടുള്ള, അവൻ്റെ ഇടപഴകലിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള അവൻ്റെത്. വസുലൂക്കിയാത്തിഹി, അവൻ്റെ സ്വഭാവത്തിൽ. ലി തുസ്ബിഹ ജുസ്ഇൻ മിൻ ഷഖ്സിയത്തിഹി, അത് നാളെ അവൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഘടകമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന, അവൻ്റെ ഇടപഴകലിൽ വരുന്ന, അവൻ്റെ സ്വാധീനിക്കപ്പെട്ട, അവൻ്റെ വിശ്വാസപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അവൻ്റെ വാല്യൂസ്പരമായിട്ടുള്ളതോ ആയ ബന്ധപ്പെടുത്തിയ അവൻ്റെത് എന്ത് ചെയ്യും, നാളെ അവനക്ക് ഒരു ഷഖ്സിയായിട്ട് ഇതാക്കാൻ പറ്റുന്നതാണ്. അടുത്തതാണ് ഇത്താഖുൽ ഹറക്കി വൻ നഫ്സി. നമുക്കറിയാം മജാൽ ഹറക്കിയ നഫ്സി അല്ലെങ്കിൽ മിൻതഖത്തുൽ ഹറക്കിയത്തു നഫ്സിയ എന്നുള്ളത്. അൽ മഹാറത്തുൽ ഹർക്കിയത്തു നഫ്സിയ, ഇവിടെയുള്ള ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ ഹിയ മഹാറത്തുൻ തതഅല്ലഖു ബി ഖുദ്റത്തി അലാ തഹക്കും. എന്താണ് ഇവിടെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതിൻ്റെ എന്താണ് നമ്മുടെ വിധികർത്താവ് അൽ ബദനി, തഹക്കുമുൽ ബദനി, ശാരീരികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ സംഭവിക്കുന്നത്. അല അദ്വാത്തി വൽ അജ്ഹിസ, നമ്മളെ ടൂൾസുകളെയും നമ്മളെ എക്യുപ്മെൻറ്റ്സിനെയൊക്കെ എത്രത്തോളം, മിസ്ലൽ യദ്, കൈക്ക്, അൽ മുത്രിഖ, തലക്ക്. അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾക്കൊക്കെ, മുത്രിഖാനാൽ ചെറിയ ചെറിയ ഭാഗങ്ങൾക്കൊക്കെ എന്നാണ് അർത്ഥം. അപ്പോൾ അതിനൊക്കെ എത്രത്തോളം ചലനാത്മകമുണ്ട്, ഹർക്കി നഫ്സി ഉണ്ട്. അഹദാഫ് ഹർക്കി നഫ്സിയ, ഇവിടെയുള്ള ഈ ഒരു സൈക്കോമോട്ടോ ഡൊമൈൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം താലീമിയ, വിദ്യാഭ്യാസത്തിൽ ഹിയ തഅയ്യിറുൻ, ഇവിടെ മാറ്റങ്ങളാണ്. തത്വീർ മഹാറാത്തു സുലൂക്കിയ, ഇവിടെ സ്കില്ലുകളും അല്ലെങ്കിൽ എന്താണ് ബിഹേവിയർസ്, തോലിബ് ഫി ഹാജൽ മദജാൽ, ഈ ഒരു മേഖലയിലുള്ള ബിഹേവിയർസ് ഒക്കെയാണ്. ഓക്കെ. ലം യുസന്നിഫ് ബ്ലൂം ഇവിടെ ക്ലാസിഫിക്കേഷൻ യാതൊരു നിത്താഖ്, ഈ ഒരു നിത്താഖിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. തസ്നിഫാത്തിൻ അക്സറ തഹദീദൻ, ഒരു ക്ലാസിഫിക്കേഷനും ഇല്ല. ബാദുൻ മുറബീൻ ബാദഹു അമദു ഇല തഹദീദ് തഫ്സീലാത്തി നാമക്ക്, ഇദ്ദേഹത്തിൻ്റെ ശേഷമുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ വളരെ ആഴത്തിൽ, ഈ ഒരു മേഖലയെ വളരെ ആഴത്തിൽ ഇതാക്കിയിട്ടുള്ളത്. ബ്ലൂം ഇവിടെ വേറെ ഒന്നും ഇതാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള, ഇതിൻ്റെ ശേഷം, കാരണം ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, നമ്മൾ കിട്ടുന്നില്ലല്ലോ. ഓക്കെ. ഭിന്നശേഷിക്കാരുടെ വിഷയത്തിലും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുടെ വിഷയത്തിലും അതുപോലെ തന്നെ മറ്റു ശാരീരിക മാനസിക പ്രശ്നങ്ങളുടെ വിഷയത്തിലൊക്കെ ഇത് വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക.